ഹായ് ഓൾ, IELTS റീഡിംഗിലെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് ഡയഗ്രാം ലേബിളിംഗ്. നമുക്കിത് എങ്ങനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാമെന്നുള്ള ടിപ്സ് നോക്കാം. നമുക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ യൂഷ്വലി കിട്ടാറുള്ളത് ഒരു ഇലസ്ട്രേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മാപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡയഗ്രാം ആയിരിക്കാം. എന്താണോ നമുക്ക് കിട്ടുന്നത് അതിനെ ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ പാർട്സ് ലേബിൾ ചെയ്യണം. ഇനി നമുക്ക് ടിപ്സിലേക്ക് കടക്കാം. ടിപ്പ് നമ്പർ 1, റീഡ് ദ ഇൻസ്ട്രക്ഷൻ കെയർഫുള്ളി. ഇൻസ്ട്രക്ഷൻസ് നന്നായിട്ട് വായിക്കുക. എന്താണ് നമ്മൾ ഏത് ഇൻഫർമേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ടിപ്പ് നമ്പർ 2, സ്റ്റഡി ദ ഡയഗ്രാം. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഡയഗ്രാം ഓർ ഇലസ്ട്രേഷൻ എന്ത് തന്നെ ആയാലും അതിന്റെ കണ്ടന്റ്, ലേ ഔട്ട്, കീ എലമെന്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഫെമിലിയറൈസ് ചെയ്യണം. ടിപ്പ് നമ്പർ 3, ഐഡന്റിഫൈ ദ ലേബിൾസ്. പാസേജിൽ നമ്മൾ ലേബിൾസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ശേഷം നമ്മൾ അത് ഡയഗ്രത്തിന്റെ കറസ്പോണ്ടിങ് പാർട്സ് ആയിട്ട് മാച്ച് ചെയ്യുക. ടിപ്പ് നമ്പർ 4, ചെക്ക് ദ വേർഡ് ലിമിറ്റ്. നമ്മൾ ഇൻസ്ട്രക്ഷൻസിൽ പറയുന്ന അത്ര തന്നെ വേർഡ് ലിമിറ്റ് ആണ് നമ്മൾ ലേബിൾ ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ടിപ്പ് നമ്പർ 5, ബി ആക്യുറേറ്റ്. നമ്മൾ മാച്ച് ചെയ്യുന്ന ലേബിള് നമ്മളുടെ ഡയഗ്രാം ആയിട്ട് എക്സാക്ട് മാച്ച് ആണെന്ന് ഉറപ്പുവരുത്തുക. ടിപ്പ് നമ്പർ 6, വർക്ക് മെത്തഡിക്കലി. നമ്മൾ ലേബിൾ ചെയ്യുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ടോപ്പ് ടു ബോട്ടം അല്ലെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ എപ്പോഴും ലേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ടിപ്പ് നമ്പർ 7, മാനേജ് യുവർ ടൈം. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് യൂഷ്വലി ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ട് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനുമായിട്ട് ഫെമിലിയറൈസ് ആവാനായിട്ട് സാധിക്കുന്നു. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ടൈം എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് IELTS റീഡിംഗിൽ ബാൻഡ് സ്കോർ കൂട്ടാനും റീഡിംഗ് കുറച്ചുകൂടി ഈസി ആക്കാനും സാധിക്കുന്നതാണ്. ഫോർ മോർ വീഡിയോസ് ലൈക്ക് ദിസ്, സ്റ്റേ ട്യൂൺഡ്.